അടിപൊളി കംബാക്ക്, വെൽക്കം ബാക്ക് ഹീറോ. ഇപ്പൊ കാണുമ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത്യാവശ്യം ഹാപ്പിയാണ്, നല്ല പടം. സൂപ്പർമാൻ കൊള്ളായിരുന്നു ബ്രോ, അടിപൊളി സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോമിക്കുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിട്ട് വന്നേക്കുന്നതാണ്. മറ്റേ സിനിമയെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഇതിനകത്ത് ഒരു സൂപ്പർ മാൻ എന്നുള്ളതിന് മാൻ എന്നുള്ള വേർഡിന് കുറച്ചുകൂടെ ജസ്റ്റിസ് കൊടുത്തിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയാണ്. ആ ഒരു ഹ്യൂമൻ ടച്ച്, ആ ഹ്യൂമൻ ഇമോഷൻസ് അതെല്ലാം ഈ ഒരു ക്യാരക്ടറിനും വരും എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയാണ്. അപ്പോൾ മാൻ ഓഫ് സ്റ്റീലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും രണ്ട് രീതിയാണ്, രണ്ട് ടൈപ്പായിട്ട് നമുക്ക് കാണാം. 13 വർഷം മുന്നേ ഉള്ള വൈബ് ഇപ്പോഴും കിട്ടുന്നുണ്ടോ? 13 വർഷം മുമ്പേ ഉള്ള വൈബ് ഇപ്പോഴും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഇന്നും സൂപ്പർമാൻ ഫാൻ തന്നെയാണ്. സോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാണുമ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് ടൈം ആ സ്ക്രീനിനകത്ത് നമ്മൾ മറ്റേ ആ റെഡ് കേപ്പിൽ പറക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, അത് കാണുമ്പോൾ തന്നെ വി ഗെറ്റ് എക്സൈറ്റഡ്. അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിനകത്ത്. ഫസ്റ്റ് ഇംപ്രഷൻ ഇപ്പൊ കണ്ടിറങ്ങിയതേ ഉള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എന്റർടൈനിങ് ആയിട്ടുള്ള ഫിക് ആയിട്ടായിരിക്കും തോന്നിയത്. ആൻഡ് ഇപ്പം ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു സൂപ്പർമാൻ മൂവി ഇപ്പം ഇറങ്ങുമ്പം പ്രീവിയസ് അഡാപ്റ്റേഷനുമായിട്ട് നമ്മൾ ഒബ്വിയസ്ലി കമ്പയർ ചെയ്യും മൂവി ആണെങ്കിൽ പോലും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു മൂവി എപ്പോഴും നമുക്ക് രണ്ട് രീതിക്ക് ഇറങ്ങാം. ഒരു ആർട്ട് ആയിട്ടുള്ള ഒരു വാല്യൂസിന് മുൻഗണന നിർത്തിയും എടുക്കാം, എന്നാൽ എന്റർടൈൻമെന്റിന്റെ വാല്യൂ കൂട്ടിയും എടുക്കാം. ബട്ട് ഒരു സൂപ്പർ മൂവി എന്ന് പറയുമ്പം ഇതിനെ രണ്ടിന്റെ ഇടയിൽ നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതാണിപ്പം ഡാർക്ക് നൈറ്റ് ആണെങ്കിലും ഇൻഫിനിറ്റി വാർ ആണെങ്കിലും വിന്റർ സോൾജിയർ ആണെങ്കിലും ഇതിന്റെയൊക്കെ റിപ്പീറ്റ് വാല്യൂയും ആ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്ന റീസൺ ഇതാണ്. അപ്പം ആ ഒരു ഇതിൽ നോക്കുമ്പം നമ്മളിപ്പോൾ ജനറൽ ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കണമല്ലോ നോക്കാനായിട്ട്. ഞാനൊരു കോമിക് ബുക്ക് റീഡറാണ്, ബട്ട് ആ ഒരു ഇതിൽ നോക്കുമ്പം ഒരു സിൽവർ ഏജ് സൂപ്പർമാൻ കോമിക്സോ കാർട്ടൂണോ കണ്ടൊരു ഫീൽ ഈ പടത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ആസ് എ സിനിഫൈൽ നോക്കുമ്പോൾ, ഒരു മൂവി ലവർ എന്ന രീതിയിൽ നോക്കുമ്പോൾ വൺ ടൈം വാച്ച് ചെയ്യാൻ എന്റർടൈൻമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. ഇപ്പം മുമ്പത്തെ അഡാപ്റ്റേഷനിൽ വെച്ച് ഏത് ആസ്പെക്ട് കമ്പയർ ചെയ്താലും എനിക്ക് പേഴ്സണലി മാൻ ഓഫ് സ്റ്റീൽ തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ മ്യൂസിക് വൈസ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളൊരു എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇടയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്ന ഫങ്ക് മ്യൂസിക്കാണ്. ഒരു കൈൻഡ് ഓഫ് പോപ്പ് മ്യൂസിക് യൂസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് എന്തോ മിസ്പ്ലേസ്ഡ് ആയിട്ട് തോന്നി, പേഴ്സണലി സ്പീക്കിംഗ് ആണ് കേട്ടോ. പിന്നെ ലൂത്തറിന്റെ പോർട്രേല് കഴിഞ്ഞ വർഷം TVS-ലേക്ക് ലൂത്തർ വന്നപ്പം ഏറ്റവും കൂടുതൽ വന്ന ആരോപണം പറഞ്ഞാൽ ഒരു എക്സെൻട്രിക് ഫീൽ വന്നെന്നാണ്. പക്ഷെ ഇത് ആ ഒരു സെയിം ഇത് തന്നെയാണ്, ആ ഒരു അപ്പിയറൻസിന് മാത്രം കുറച്ചുകൂടി ഇതായിട്ട് നിർത്തിയിട്ടുള്ളത്, സെയിം ഫീൽ തന്നെയാണ് തന്നിട്ടുള്ളത്. പിന്നെ ഓവറോൾ ഞാൻ പറഞ്ഞ ഒരു വൺ ടൈം വാച്ചബിൾ എന്റർടൈനിങ് ഫിലിം. ലവ് ആൻഡ് തണ്ടർ ഇല്ലേ, ആ ഒരു കൈൻഡ് ഓഫ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. റിവാച്ചബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു അടിപൊളി കംബാക്ക്, വെൽക്കം ബാക്ക് ഹീറോ. പടം കൊള്ളാം. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു സൂപ്പർമാൻ ഫിലിമാണ്. ലൈക്ക് 13 വർഷമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്ന ഒരു പുതിയ സൂപ്പർമാൻ ഫിലിം. കൊള്ളാം, നല്ല ഫിലിമാണ്. എനിക്ക് തോന്നുന്നു നല്ല ഈ ഡേവിഡ് കോർൺസ്വെറ്റ് എന്ന ആക്ടർ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർമാനായിട്ട്. പിന്നെ ലെക്സ് ലൂത്തർ നടിച്ച നിക്കോളസ് ഹോൾട്ട് അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ വിഷ്വൽസ് ഒക്കെ കൊള്ളാം, നന്നായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. സോ മസ്റ്റ് വാച്ച് ആണ്, ഉറപ്പായിട്ട് കണ്ടു. സൂപ്പർമാൻ നല്ല സിനിമയാണ്, കൊള്ളാം. പഴയ വൈബൊക്കെ കിട്ടിയോ? ചെറുത് ജെയിംസ് ഗണ്ണിന്റെ പടമല്ലേ, അന്നേരം ഒരു ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. ലൈക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ് പടമാണ്. പിന്നെ ചെറിയ കോമഡീസ്, ലൈക്ക് പടം കൊള്ളാം. സ്റ്റോറി ഉണ്ട്. ഹാപ്പിയാണ്, അത്യാവശ്യം ഹാപ്പിയാണ്, നല്ല പടമാണ്. സൂപ്പർമാൻ കലക്കി. സൂപ്പർമാൻ വന്നു തിയേറ്ററിൽ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ എം നോട്ട് സേയിങ് എനിത്തിങ് അബൌട്ട് ഹെൻറി കാവൽ വാസ് വെരി ഗുഡ്. ബട്ട് ഡേവിഡ് കോൺസ്വെറ്റ് ഹി ഓൾസോ ഡിഡ് ലൈക്ക് നമ്മള് പണ്ട് കുഞ്ഞിലെ മറ്റേ ഈ ക്രിസ്റ്റഫർ റീവ്സിന്റെ സൂപ്പർമാനില്ലേ, അതിന്റെ കുറച്ച് ഒരു സാമ്യകം പുള്ളിക്കാരൻ കൊണ്ടുവരാൻ നോക്കി. അപ്പോ ഇതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇറ്റ് വാസ് റിയലി ഗുഡ്. പഴയ വൈബ് കിട്ടി. പഴയ വൈബ് മാൻ ഓഫ് സ്റ്റീൽ ഫോക്കസ്ഡ് മോർ ഓൺ ജസ്റ്റിസ് ലീഗ്, അത് ചെയ്യണം, ഭയങ്കര എനിമീസിനെയാണ് ഫോക്കസ് ചെയ്തത്. ഈ സൂപ്പർമാൻ കുറച്ചുകൂടെ ഹ്യൂമൻസിനെ പാവ സൂപ്പർമാൻ എന്ന് പറയാൻ, പാവമാണ് സൂപ്പർമാൻ. ഓൾറെഡി കോമിക് ബുക്കിൽ സൂപ്പർമാൻ ആക്ച്വലി ഒരു പാവമാണ്. നമ്മള് മനുഷ്യന്മാരെ പോലെ ഇമോഷൻസ് തന്നെ. ഇപ്പം വെളിയിൽ നിന്ന് നമുക്കറിയാത്ത ഒരാള് വെളിയിൽ നിന്ന് ഒരു വേറൊരു പ്ലാനറ്റിൽ നിന്ന് ഇവിടെ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ, നമ്മൾ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം എന്നറിയില്ല. ഓൾറെഡി കുറെ വേറിട്ട രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോ എന്തായാലും നമ്മള് എങ്ങനെയായിരിക്കും ആ ഒരു അവസ്ഥ ഇതിൽ വരുന്നതെന്നും എടുത്തിട്ടുണ്ട്. അതാ നൈസായിട്ടുണ്ട്.
നേരത്തെ സിനിമയുടെ റെഫറൻസസ് അത്ര ഉപയോഗിക്കാതെ തന്നെ പുതിയ സിനിമയിൽ മാക്സിമം ഫസ്റ്റ് ടൈം വ്യൂവേഴ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഓവറോൾ വിഷ്വൽ എഫക്ട്സ് ഇഷ്ടപ്പെട്ടു. ആക്ടറിന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഹെൻറി കാവലിന്റെ ആ ഒരു ചാർം എടുക്കാൻ പറ്റും. ഐ തിങ്ക് സൂപ്പർമാൻ ആസ് എ റോൾ ഹി ഡിഡ് ഗുഡ് ഓഫ് റോൾ ആക്ടിങ് ഇൻ ദ ഇഷ്ടപ്പെട്ടു. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ പ്രത്യേകിച്ച് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഈ പടം ആവശ്യത്തിന് കൂടുതൽ വിജയിക്കുകയും ചെയ്യും. നെക്സ്റ്റ് മൂവി പ്രതീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. ഫൈറ്റിംഗ് സീൻസിൽ 3D ഇസ് ഗുഡ്, ബട്ട് നോർമൽ ഓവറോൾ മിക്സ്ഡ് ഇമോഷൻസ് ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഐ തിങ്ക് 3D ആക്ഷൻ ഫിലിമും പറയാം. 3D ഇസ് റിയലി ഗുഡ് ഇൻ ദിസ്. ഇത് നമുക്ക് എന്താ പറയാ, വീക്ക്നെസ്സസ് ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുള്ളത്. പക്ഷെ ഈ പടത്തിൽ വരുമ്പോഴത്തേക്കും സൂപ്പർമാൻ എന്ന് പറയുമ്പം ഒരു ഹ്യൂമൻ ആണ്, ഇമോഷൻസ് ഉണ്ട്, വീക്ക്നെസ്സസ് ഉണ്ട് എന്നൊക്കെ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെക്സ് ലൂത്തർ ആയിട്ട് വന്ന ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വന്ന പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആസ് എ ഹ്യൂജ് ഫാൻ ഓഫ് സൂപ്പർമാൻ ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. അല്ല, പാവം സൂപ്പർമാൻ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഒരു ഹ്യൂമൻ ആയിട്ടാണ് പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏതൊരു ഹ്യൂമൻ ആയാലും കുറച്ച് ഇമോഷൻസ് കാണും. അതായത് ഇപ്പം ആരായാലും കുറച്ച് വീക്ക്നെസ്സസ് പുള്ളിക്ക് കാണും. അപ്പം ആ ഒരു വീക്ക്നെസ് പോർട്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പാവമായിട്ടും തോന്നിപ്പോകും. പക്ഷേ അങ്ങനെയല്ല, സൂപ്പർമാന്റെ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. എൻജോയബിൾ ആയിരുന്നു. പഴയ ആ വൈബ് വൈബിൽ ഇതൊരു ഡിഫറെന്റ് വൈബാണ്. കുറച്ചുകൂടെ ഇന്നത്തെ സിറ്റുവേഷൻസ് ആയിട്ട് അവർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും.